നിമിഷം വരെ ബൺമസ്ക ടേസ്റ്റ് ചെയ്യാത്തവരും അതുപോലെ തന്നെ ബൺമസ്കയുടെ പല വെറൈറ്റീസ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോട്ടെ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോട്ടയത്തോട്ട് പോകുന്ന വഴിക്ക് മണർകാട് എന്ന് പറയുന്ന സ്ഥലം എത്തിയപ്പോഴത്തേക്കിനും എൻ്റെ ആങ്ങളെ പതിയെ വണ്ടി ഒന്ന് ചവിട്ടി നിർത്തി കേട്ടോ. നോക്കിയപ്പോൾ എന്താ ഒരു ബൺമസ്ക വിൽക്കുന്ന കടയുടെ ഫ്രണ്ടിലായിരുന്നു. ഇവിടുത്തെ ബൺമസ്കയ്ക്ക് വേറൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവർ ഈ ബൺമസ്ക ഉണ്ടാക്കുന്നത് ഷുഗർ ഫ്രീ ആയിട്ടാണ് കേട്ടോ. അതായത് ഇതിനകത്ത് മിൽക്ക് മെയ്ഡ് അവർ ചേർക്കുന്നില്ല, ബട്ടറും പിന്നെ അവരുടേതായ എന്തോ ഒരു കൂട്ടും കൂടെ ചേർത്താണ് കേട്ടോ ഈ ഒരു മിക്സ് ഉണ്ടാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൺമസ്ക നമുക്ക് വെറുതെ കഴിക്കാൻ ഒരു രുചിയും ഉണ്ടാവില്ല കേട്ടോ. കാരണം അതിനകത്ത് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതേപോലെ ചായക്കകത്തോട്ട് മുക്കി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് എന്താ ഇങ്ങനെ ഈ ഒരു ബൺമസ്കായ്ക്ക് മധുരമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതിനകത്ത് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടില്ല, ട്രഡീഷണൽ രീതിയിലുള്ള ബൺമസ്ക ആണിതെന്നാണ് അവർ പറഞ്ഞത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ രണ്ടുപേരും ദാ ഈ 2 ബൺമസ്ക വീതം കഴിച്ചു കേട്ടോ. പിന്നെ ജീവിതത്തിൽ ഇന്ന് വരെ ചായ കുടിക്കാത്ത ഞാനും ചായയെ മുക്കി ദാ ബൺമസ്ക കഴിച്ചു. കഴിഞ്ഞ തവണ ബൺമസ്ക കഴിച്ചതിൽ നല്ല വ്യത്യസ്തമായ ഒരു രുചിയായിരുന്നു കേട്ടോ ചായയിൽ മുക്കി കഴിച്ചപ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം മധുരം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചായ മുക്കാതെയാണ് കഴിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി കോട്ടയംകാരും വിഷമിക്കേണ്ട, അവർക്ക് ബൺമസ്ക കഴിക്കണമെന്നുണ്ടെങ്കിൽ ഓടിപ്പോന്നോളൂ. ഇതാ മണർകാട് ഇവിടെ ഉണ്ട് ബൺമസ്ക ഷോപ്പ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാനൊന്ന് മെൻഷൻ ചെയ്തേക്കാം. വെൻ ചായ മെറ്റ് ബൺമസ്ക എന്നാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. ഇനിയും ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഇതാ കയറി ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ. ഈ അക്കൗണ്ടിലെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബൺമസ്ക ആണ് ഇവരുടേത്. മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. എന്തായാലും പേഴ്സണലി എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനിയും ബൺമസ്ക കഴിച്ചിട്ടില്ലാത്തവർ ഓടിപ്പോയി കഴിച്ചോളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.